ഇതെങ്ങനെയാണ് ഇപ്പോൾ പി വി അൻവർ എന്താണ് ഇത്രമാത്രം ഒരു പരസ്യ പ്രതികരണം നടത്തുമെന്ന് ആരും നിലമ്പൂരിൽ കരുതിയതല്ല എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. യു ഡി എഫിലേക്ക് കടക്കുന്നതിനുള്ള സമ്മർദ്ദാന്തരം എന്നോണം പി വി അൻവർ അത് പറയുന്നു. എല്ലാവരും കരുതി ആര്യാടൻ ഷൗക്കത്തിൻ്റെ പേര് പ്രഖ്യാപിച്ചാലും പി വി അൻവർ അതിനോട് അനുകൂലമായി. കാര്യം നമ്മൾ കരുതുന്നത് എന്താണ്, പി വി അൻവറിന് അവിടെ മറ്റു വഴികളില്ല. പി വി അൻവറിന് അവിടെ CPM സ്ഥാനം ജയിക്കുകയാണെങ്കിൽ പി വി അൻവറിൻ്റെ രാഷ്ട്രീയ അസ്തിത്വം ഇല്ലാതാവുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. അൻവർ പിന്നെയും കോൺഗ്രസിനോട് അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനോട് പരസ്യമായി യുദ്ധം പ്രഖ്യാപിക്കുകയും കടുത്ത വിമർശനങ്ങളെ രംഗത്തിറങ്ങുന്നത് എങ്ങനെയാണ് അവിടുത്തെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ ജയസാധ്യതയെ ബാധിക്കുക? CR നീലാണ്ടൻ. അതിപ്പോൾ നമുക്ക് പറയാം, ആര്യാടൻ ഷൗക്കത്തിൻ്റെ ജയസാധ്യത അത് എത്രത്തോളം ബാധിക്കും എന്നുള്ളത് നമുക്ക് കണ്ട് അറിയേണ്ട ഒരു കാര്യമാണ്. കാരണം അൻവറിൻ്റെ സ്വാധീനം കൊണ്ടാണ് അൻവർ അവിടെ UDFൻ്റെ സാധാരണ ജയിക്കുന്ന ഒരു സീറ്റ് അൻവർ പിടിച്ചെടുത്തത്. അത് കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു. 2021 ഭൂരിപക്ഷം വളരെ കുറഞ്ഞു. തീർച്ചയായിട്ടും അങ്ങനെ കുറേ ഫാക്ടർ അതിനകത്തുണ്ട്. കഴിഞ്ഞ 2021 എന്ന് പറഞ്ഞാൽ ശക്തമായ ഇടതുപക്ഷ തരംഗമുണ്ടായിട്ട് പോലും അൻവറിൻ്റെ ഭൂരിപക്ഷം കുറയുകയാണ് ചെയ്തത്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന നിരവധി ഘടകങ്ങളിൽ ഒന്ന് അൻവറും കൂടിയാണ്. ഞാൻ പറയുന്നത് ദേശീയ, അന്തർദേശീയ, പ്രാദേശിക, ജാതി, മത, സ്ഥാനാർത്ഥി അടക്കമുള്ള 10, 20, 25 വിഷയങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമ്പോൾ അതിൽ ഒരു വിഷയമായി അൻവർ വരാം. പക്ഷേ ഇവിടെ അൻവർ പ്രധാനമാകുന്നത് എന്തുകൊണ്ടാണ്? അൻവർ രാജിവെച്ച സീറ്റാണെന്നുള്ളതാണ്. അൻവർ രാജിവെച്ചപ്പോൾ തന്നെ അൻവർ ഒരു നിർദ്ദേശം വെച്ചു, VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം. അത് UDFനോട് പറയാനുള്ള അവകാശം അൻവറിനുണ്ട്. കാരണം അൻവർ UDFന് പുറത്താണ്. ഇപ്പോഴും എൻ്റെ കണക്കനുസരിച്ച് അൻവർ UDFന് പുറത്താണ്. UDFനകത്തേക്ക് വന്നിട്ടില്ല. UDFനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ UDF അൻവറും കൂടി ഒരു ചർച്ച എടുത്ത് തീരുമാനിച്ചതല്ലല്ലോ ആര്യാടൻ ഷൗക്കത്തിനെ. പുറത്തു നിൽക്കുന്നിടത്തോളം അൻവറിന് അത് പറയാനുള്ള അവകാശമുണ്ട്. ഇനി അത് ബാധിക്കുമോ എന്നുള്ള ചോദ്യം, അത് കൃത്യമായി പറയുക വളരെ എളുപ്പമല്ല. ഒന്ന് ഹാഷ്മി എന്നെ പറഞ്ഞതുപോലെ അവിടുത്തെ LDF സ്ഥാനാർത്ഥി വിജയിക്കാൻ സാധ്യത വന്നാൽ അത് UDFനേക്കാൾ വ്യക്തിപരമായി ബാധിക്കുക അൻവറിനെയാണ്. അതാണ് പ്രശ്നം. UDF കഴിഞ്ഞ തവണ ഇവിടെ തോറ്റതാണ്. 2016 തോറ്റു, 2021 തോറ്റു. അൻവറിനോടാണ് തോറ്റത്. പക്ഷേ അൻവർ ഈ പറഞ്ഞതുപോലെ എന്തെല്ലാം ആരോപണങ്ങൾ, പിണറായിസം, ഇപ്പോഴും അദ്ദേഹം ഉപയോഗിക്കുന്നൊരു വാക്ക് പിണറായിസം എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് LDF സർക്കാരിൻ്റെ നേതൃത്വം നൽകുന്ന പിണറായി സർക്കാർ എന്നാണല്ലോ അവരും പറയുന്നത്. പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. ആര്യാടൻ ഷൗക്കത്തിനെതിരെയുള്ള ആരോപണം അത് അയാളെ അവരെങ്ങനെ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ അൻവർ പറഞ്ഞിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ, പ്രിയങ്ക ഗാന്ധിക്കെതിരെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, സോണിയാഗാന്ധിക്ക് ഒക്കെ എതിരെ പറഞ്ഞിട്ടുണ്ട്. അത് CPM ആയി നിൽക്കുമ്പോഴാണ്. ഇപ്പോൾ അദ്ദേഹം LDFും അല്ല UDFും അല്ല. ഇനി അദ്ദേഹം ഇതിപ്പോ കോൺഗ്രസിന് മുന്നിൽ മറ്റു വഴികളുണ്ടായിരുന്നോ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പി വി അൻവർ പരസ്യമായി രംഗത്ത് വരാതിരിക്കുകയും എൻ്റെ സ്ഥാനാർത്ഥി ഇന്ന ആളാണ് എന്ന് പറയാതിരിക്കുകയും എന്താണ് ഏത് ചെകുത്താനും എന്ന അർത്ഥമില്ല, അതിൽ നല്ല ചെകുത്താനും മോശം ചെകുത്താനും ഉണ്ട്, അതിൽ നല്ല ജിന്നുകളുണ്ട് എന്നൊക്കെ പറയുകയും, അല്ലെങ്കിൽ തൻ്റെ നിലപാട് ഈ 2 ദിവസങ്ങൾ അസെപ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അൻവർ പറയുന്നത് കേൾക്കാമായിരുന്നു. ഇത് താങ്കൾ പറയുന്ന പോലെ UDFിലില്ലാത്ത, കോൺഗ്രസിലില്ലാത്ത അൻവറിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിന് വലിയ ക്ഷീണവും UDFിന് വലിയ ക്ഷീണവുമാണ്. അപ്പോൾ കോൺഗ്രസ് ഇതല്ലാതെ മറ്റു വഴികളുമില്ല. അല്ല കോൺഗ്രസിന് രണ്ടും ആവാം. കോൺഗ്രസിനും UDFനും അവിടെ ജയിക്കാൻ ഏതോ ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുമ്പോൾ 20 ഘടകങ്ങളുണ്ടല്ലോ ഹാഷ്മി. അതിൽ അവരെല്ലാ ഘടകങ്ങളും പരിഗണിച്ചിട്ടായിരിക്കണം കോൺഗ്രസ് തീരുമാനിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കി തീരുമാനിച്ചപ്പോൾ എന്തൊക്കെ ബഹളമായിരുന്നു നമ്മുടെ ചാനലുകളിൽ ചർച്ച ചെയ്തത്. ഒരു കോൺഗ്രസ്സുകാരൻ നേരെ അപ്പുറത്ത് പോയി LDFൻ്റെ സ്ഥാനാർത്ഥിയായി വന്നില്ലേ? എന്തൊക്കെ ഉണ്ടായിരുന്നു? ഇതിനേക്കാൾ ക്രിട്ടിക്കലായ തെരഞ്ഞെടുപ്പായിരുന്നു പാലക്കാടെന്ന് ഞാൻ വിചാരിക്കണേ.